Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാവുന്ന അരിപ്പൊടി, അതുപോലെ സവോള, മല്ലിയില ഇതെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉഗ്രൻ സ്നാക്കാണ്. നല്ല ക്രിസ്പിയും എന്നാൽ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിത് പക്ഷേ വറുക്കാത്ത അരിപ്പൊടിയും കൊണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 1 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ 1 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിക്ക് പകരം ഇല്ല, മൈദ മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ മൈദയാണെങ്കിലും ചേർക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് കപ്പിലാണോ ഈ അരിപ്പൊടി അളന്നിട്ടുള്ളത് അതേ കപ്പിൽ 1/2 കപ്പ്, 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ തൈരൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊരു മാവ് കണക്കിന് നമുക്ക് എടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ വെള്ളം മതി. ആ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് പുറകെ കാണാം. അതൊന്ന് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെക്കാൻ അപ്പോഴെങ്കിലും വെക്കണം, അത്രയെങ്കിലും വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് മാവ്. ഞാൻ അതിനിടയ്ക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ മൊത്തം 1/4 കപ്പ് വെള്ളവും കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സവോള ചേർക്കുന്നുണ്ട്, 1 പിടി സവോള, അതുപോലെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ക്യാരറ്റ് ചേർക്കാം. പച്ചമുളക് എരിവിനൊക്കെ ചേർക്കുക. ഞാനിവിടെ 1/2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അല്പം മല്ലിയില, നല്ലൊരു ഫ്ലേവർ കൊടുക്കും മല്ലിയില. ഇനി അതല്ല, നിങ്ങൾക്ക് കറിവേപ്പിലയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അല്പം കറിവേപ്പില കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു 2 നുള്ളി ജീരകപ്പൊടിയോ അല്ലെങ്കിൽ ജീരകം മുഴുവൻ ജീരകമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ളി ജീരകം ഇട്ടാലും ഇതിന് നല്ലൊരു സ്വാദും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താൽ മാത്രമേ ഇതിനകത്ത് നല്ലൊരു കുറച്ചൊക്കെ വീർത്ത് നല്ല ഉള്ളൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഇല്ലാതൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഇച്ചിരി ഒന്ന് ഒരു ഫ്ലഫി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയാണ് നല്ലത്, കുറച്ചിങ്ങനെ പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇനി അത് വേണ്ട, നിങ്ങൾക്കത് ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ഒരു പരുവം ഞാൻ കാണിക്കാം. കണ്ടോ, ഈ ഒരു രീതിക്ക് വേണം. നമുക്കൊന്ന് ഒത്തിരി വെള്ളം പോലെ ഇരിക്കരുത്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈ മാവ് എണ്ണയിലോട്ട് ഇടാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് കൈ വെച്ചിട്ട് ഈ മാവ് മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ നല്ല പഞ്ഞി പോലെ ആവുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്ത് ആവശ്യത്തിനുള്ള, ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലെയിം വെക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. മീഡിയം ഫ്ലെയിമിൽ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ ആ ഒരു ഞാൻ കൈ വെച്ചിട്ടാണ് ഇത് കോരിയിടുന്നത്. ഇനി നിങ്ങൾക്ക് അതിനിടാനൊരു പേടിയൊക്കെ ഉണ്ട്, ചിലപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇച്ചിരി പേടി കാണും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് കോരി ഒഴിച്ചാലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതാ നമ്മുടെ സ്നാക്കൊക്കെ കണ്ടോ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല എന്താ പറയുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഈ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് ഇതുപോലത്തെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അരിപ്പൊടി കൊണ്ടാണ്. നമുക്കറിയാം അരിപ്പൊടി എന്ന് പറയുന്നത് ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്, അകം നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഉഴുന്നുവടയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളൊക്കെ കണ്ടിട്ടില്ലേ, അത്രയും സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട് ചായക്കൊപ്പം ബെസ്റ്റാണ്. നല്ല എന്താ പറയുക, നമുക്ക് എല്ലാവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.